അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാം ഇങ്ങനെ അടുത്ത് വരികയാണ്. അപ്പം മിക്ക കുട്ടികളുടെയും ഒരു കൺസേൺ ആണ് ഈ തിയറി പേപ്പർ എങ്ങനെ എഴുതണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഡെഫിനറ്റ്ലി പ്രോബ്ലം പേപ്പർ നമുക്കറിയാം, ജസ്റ്റ് പ്രോബ്ലം കറക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടും. പക്ഷേ തിയറി പേപ്പർ എഴുതുന്ന സമയത്ത് ആ പേപ്പർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആദ്യം തന്നെ നിങ്ങളിപ്പോൾ ബിസിനസ് സ്റ്റഡീസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇക്കണോമിക്സിനായിക്കോട്ടെ തിയറി പേപ്പർ എഴുതുന്ന സമയത്ത് ആദ്യമേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ആൻസേഴ്സ് മാത്രമേ ആദ്യമേ എഴുതാവൂ. കാരണം ആദ്യം ഒരു ആൻസർ ഷീറ്റ് എടുക്കുന്ന സമയത്ത് ഇത് വാല്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇത് നിങ്ങൾ ആരാന്നൊന്നും അറിയില്ല. ആദ്യത്തെ ഒരു ഷീറ്റ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ഇതിൽ അറിവുണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ച് അവർ അനലൈസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആയിരിക്കണം പേപ്പറിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ എഴുതേണ്ടത്. അപ്പം അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്കറിയാം എസ് എ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പം അതിന് 8 പോയിന്റ്സ് ആണ് ആൻസർ കീയിൽ കാണുന്നത്. പക്ഷേ വെറുതെ 8 പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടും? ഒരിക്കലും കിട്ടില്ല. കാരണം എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3-4 പേപ്പർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും എഴുതേണ്ടതാണ് എസ് എ ക്വസ്റ്റ്യൻ. അപ്പം ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പോയിന്റ്സ് അറിയാം, പക്ഷെ അവർക്ക് വെറുതെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു വാരി എഴുതുന്ന ഒരു ശീലം കാണില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ബിസിനസ് സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുകയാണ്. ആദ്യമേ തന്നെ ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ചോദിച്ച ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ, ഫ്ലോ ചാർട്ട് നമുക്കറിയാം ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് തന്നെ നിങ്ങൾ ആ ഒരു ഫ്ലോ ചാർട്ട് വരച്ച് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഇത് ഒരു ഷീറ്റ് നമുക്ക് അവിടെ കഴിയും. പിന്നെ അതിനുശേഷം നമുക്ക് അതിനകത്തെ പോയിന്റ്സ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ടോ 2-3 പേജ് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് 4 മാർക്സിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്താണ്. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ 4 പോയിന്റാണ് വേണ്ടത്. ഇപ്പം മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് 4 പോയിന്റ് മാത്രം നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. അത് നിങ്ങൾ അനാവശ്യമായിട്ട് അവിടെ ആൻസർ എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പേജിനുള്ളിൽ ആ ഒരു ആൻസർ നിർത്തുക. ഓക്കെ, ഒരു പേജ് വേണ്ടി വരും. അപ്പം ഒരു പേജിനുള്ളിൽ ഒരു പോയിന്റ് എഴുതുക, അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൂടെ അവിടെ കൊടുക്കേണ്ടി വരും. ഇനി 2 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ചോദ്യങ്ങൾ ഈ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനിലായിരിക്കും കാണുന്നത്. കാരണം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മൾ എവിടെയൊക്കെ പഠിച്ച കണ്ടന്റുകളും ആയിരിക്കും. അപ്പം മിക്ക കുട്ടികളും കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന കാര്യമായിട്ട് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണോ നോക്കില്ല, അറിയാവുന്ന കാര്യം മുഴുവൻ എഴുതി വെക്കും. ആക്ച്വലി നിങ്ങൾ 2 പേജ് എഴുതിയാൽ പോലും എന്ത് ചെയ്യുന്നില്ല, 2 മാർക്ക് അവിടെ കിട്ടാനുള്ളൂ. അപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 2 പോയിന്റ് അത് മാത്രമേ അവിടെ എഴുതേണ്ടത് നിങ്ങൾക്ക് ആവശ്യം വരുന്നുള്ളൂ. ഒരു അര പേജ് കൂടുതൽ ഒരിക്കലും ഒരു 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പോകാൻ പാടില്ല. കാരണം അത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ആ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. കാരണം 1 വേർഡൊക്കെ ചിലപ്പോൾ ട്രിക്കി ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എസ് എ ക്വസ്റ്റ്യനോട്ടൊക്കെ വരുമ്പോഴും അത്ര ഈസി ആണോന്നില്ല. 2 മാർക്സ് ഈസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അബദ്ധം നമുക്ക് പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 1 വേർഡ് ക്വസ്റ്റ്യൻസിലോട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു തവണ വായിച്ച് നിങ്ങൾക്ക് ഇത് ആൻസർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് മിക്ക കുട്ടികളും ചെയ്യുന്ന ഇതിലേതാണ് ഉത്തരമല്ലാത്ത അല്ലെങ്കിൽ നോട്ട് ആൻസർ എന്നൊന്നും ശ്രദ്ധിക്കില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നു, ഓപ്ഷനിലെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുന്നു, കറക്റ്റ് ആണോ നോക്കുന്നു, അത് എഴുതി വെക്കും. തീർച്ചയായും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ആൻസർ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പ്രത്യേകം പറയുകയാണ്, എന്ത് ചെയ്യണം, കൃത്യമായിട്ട് 2 തവണ വായിച്ച ശേഷം മാത്രമേ നിങ്ങൾ ആൻസറിലോട്ട് എത്താവൂ. ആൻഡ് ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നതാണ്, എന്ത് ചെയ്യുന്നുണ്ട്, പല സെക്ഷൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ മിസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എഴുതിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ എഴുതി കഴിയുമ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ മിസ്സായി കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നഷ്ടബോധം വലുതായിരിക്കും. അപ്പം ഒരു ആൻസർ പോലും നിങ്ങൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കൃത്യമായിട്ട് ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒരു തിയറി പേപ്പറിൻ്റെ ആൻസർ ഷീറ്റ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.